കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം പെസഹ വ്യാഴാഴ്ചയായി ആചരിക്കുകയാണ്. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഇത് ആചരിക്കുന്നത്. ഈ അന്ത്യ അത്താഴത്തിലാണ് വിശുദ്ധ തിരുവത്താഴം നമുക്കായി യേശു നിയമിച്ച് നൽകിയത്. കൂടാതെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ട ചിന്താവിഷയം യൂക്കറിസ്റ്റ് ജീവൻ നൽകുന്ന സ്നേഹം എന്നുള്ളതാണ്. യൂക്കറിസ്റ്റ് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ യൂക്കറിസ്റ്റിയ എന്ന പദത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് അർത്ഥം നന്ദി അർപ്പണം എന്നുള്ളതാണ്. വിശുദ്ധ തിരുവത്താഴം അഥവാ കർത്താവിൻ്റെ അത്താഴത്തെ യൂക്കറിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ദൈവം ക്രിസ്തുവിലൂടെ നൽകിയ രക്ഷാപ്രവൃത്തിക്കുള്ള നന്ദി അർപ്പണം എന്ന അർത്ഥത്തിലാണ് ഈ പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവത്താഴത്തിലൂടെ നൽകപ്പെടുന്ന അപ്പത്തെ ആത്മീയ ഭക്ഷണമായും വീഞ്ഞിനെ ആത്മീയ പാനീയമായും വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പം യേശുവിൻ്റെ ശരീരത്തെയും വീഞ്ഞ് മാനവരാശിയുടെ പാപമോചനത്തിനായി ചൊരിയപ്പെട്ട യേശുവിൻ്റെ രക്തത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. യൂക്കറിസ്റ്റ് അഥവാ വിശുദ്ധ തിരുവത്താഴം എപ്രകാരമാണ് ജീവൻ നൽകുന്ന സ്നേഹമായി മാറുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, യൂക്കറിസ്റ്റ് ദൈവം നൽകുന്ന ആത്മീയ ആഹാരം. യൂക്കറിസ്റ്റ് ദൈവം നൽകുന്ന ആത്മീയ ആഹാരം. പുറപ്പാട് പുസ്തകം 16 അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഇസ്രായേൽ ജനത്തെ മന്നയും കാടപ്പക്ഷിയും കൊണ്ട് പോഷിപ്പിച്ച സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട 2 മാസങ്ങൾക്ക് ശേഷം മരുഭൂമിയിലെ അവരുടെ യാത്രയിൽ എന്ത് ഭക്ഷിക്കും എന്ന ചിന്ത അവരെ ആകുലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അനിശ്ചിതത്വം അവരുടെ ഉള്ളിൽ നിറഞ്ഞു. അവർ മോശയ്ക്കും അഹരോനുമെതിരെ പെറുപെറുത്തു. മിസ്രയീമിൽ വെച്ച് തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിച്ച അവർക്ക് മരുഭൂമിയിൽ അത് ലഭ്യമായിരുന്നില്ല. മോശയും അഹരോനും ചേർന്നാണ് ജനത്തെ മിസ്രയീമിൽ നിന്നും മരുഭൂമിയിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അവർ അഹരോനും മോശയ്ക്കുമെതിരെ പെറുപെറുത്തത്. ദൈവമാണ് ജനത്തെ വിടുവിക്കുവാനും നയിക്കുവാനും മോശയെയും അഹരോനെയും നിയോഗിച്ചത്. ദൈവം ജനത്തിൻ്റെ പെറുപെറുപ്പ് കേൾക്കുന്നു. ഇതിന് പരിഹാരമായി ആകാശത്ത് നിന്ന് പ്രഭാതത്തിൽ അപ്പം വർഷിപ്പിക്കുമെന്നും വൈകുന്നേരത്ത് മാംസം നൽകുമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ദൈവം അവർക്കായി മന്ന പൊഴിക്കുകയും മാംസത്തിനായി കാടപ്പക്ഷികളെ അയക്കുകയും ചെയ്യുന്നു. ഇത് വെറും ആഹാരം മാത്രമായിരുന്നില്ല, ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ശാശ്വതമായ സ്നേഹത്തിൻ്റെ അടയാളവും കൂടി ആയിരുന്നു. ദൈവം മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കാണുകയും തക്ക സമയത്ത് അവ നൽകി തരികയും ചെയ്യുന്നു. നീണ്ട 40 വർഷക്കാലം ഇപ്രകാരം മന്നയും കാടപ്പക്ഷിയും കൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ പോഷിപ്പിച്ചത്. ഇന്ന് നമ്മിൽ പലരും ഒരു മരുഭൂ പ്രയാണത്തിലൂടെയാണ് ആയിരിക്കുന്നത്. കഷ്ടതകളും ശൂന്യതയും ഭയമെല്ലാം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും അവസ്ഥകളിൽ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം നമ്മെ വഴി നടത്തും, ആവശ്യങ്ങൾ നൽകിത്തരും. പഴയ നിയമത്തിലെ മന്നയും കാടപ്പക്ഷിയും പുതിയ നിയമത്തിലെ തിരുവത്താഴ ശുശ്രൂഷയുടെ മുൻകറിയായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേൽ ജനം ഭൗതിക പഠനത്താൽ തൃപ്തിയായെങ്കിൽ വിശുദ്ധ തിരുവത്താഴം നമുക്ക് ആത്മീയ സംതൃപ്തി നൽകിത്തരുന്നു. ഈ മഹത്തായ ശുശ്രൂഷയെ ശ്രദ്ധയോടെ നന്ദിയോടെ ആചരിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, യൂക്കറിസ്റ്റ് കൂട്ടായ്മയുടെ മാതൃക. യൂക്കറിസ്റ്റ് കൂട്ടായ്മയുടെ മാതൃക. 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ പിന്നിലുള്ള വിലയേറിയ മർമ്മങ്ങളെ പൗലോസ് വിവരിക്കുന്നു. കൊരിന്ത്യ സഭയിലെ വിഭാഗീയതയുടെയും വിവേചനത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്. അവരുടെ ഭിന്നത തിരുവത്താഴ ആചരണത്തിലും പ്രകടമായി. എന്നാൽ വിശുദ്ധ തിരുവത്താഴം കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അടയാളമാണെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. തിരുവത്താഴ ശുശ്രൂഷ ഒരു ചടങ്ങായിട്ട് മാത്രം ആചരിക്കുവാനുള്ള ഒന്നല്ല. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിങ്കൽ അപ്പം എടുത്തുകൊണ്ട് തൻ്റെ ശരീരമെന്നും പാനപാത്രം എടുത്തുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമെന്നും പറയുന്നു. അതുകൊണ്ട് ഇത് ആചരിക്കുമ്പോഴൊക്കെയും യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ലഭ്യമായ രക്ഷയെയും വീണ്ടെടുപ്പിനെയും ഓർമ്മിക്കുവാനാണ് നാം തിരുവത്താഴം ആചരിക്കുന്നത്.
അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതയും ഭിന്നതകളും മാറ്റിവെച്ച് വേണം തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്ന എല്ലാവരും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഓരോ വ്യക്തിയും സ്വയം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. തിരുവത്താഴ ശുശ്രൂഷ യേശുവിൻ്റെ സ്വയ തജരത്തിലൂടെ നൽകപ്പെട്ട സ്നേഹത്തെ സ്വീകരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഓരോ തിരുവത്താഴ ശുശ്രൂഷയിലും അദൃശ്യമായി നിലകൊള്ളുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം തിരിച്ചറിയണം. വിശ്വാസികളുടെ ഐക്യം തിരുവത്താഴ ശുശ്രൂഷയിൽ വളരെ പ്രധാനമാണ്. ദൈവജനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ പാത നാം പിന്തുടരണം. മൂന്നാമത്തെ ചിന്ത, യൂക്കറിസ്റ്റ് വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ള മുഖാന്തരം. യൂക്കറിസ്റ്റ് വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ള മുഖാന്തരം. യോഹന്നാൻ 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യ അത്താഴത്തിന് മുന്നോടിയായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നു. കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കുചേരുന്നവർ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മാതൃകയാണ് ഇവിടെ നാം കാണുന്നത്. കർത്താവും ഗുരുവുമായ യേശു ഒരു അടിമയുടെ പ്രവൃത്തിയാണ് ഇവിടെ ഏറ്റെടുക്കുന്നത്. പഴയ കാലങ്ങളിൽ ഭവനങ്ങളിൽ വരുന്ന അതിഥികളുടെ കാൽ കഴുകിയിരുന്നത് അടിമകളായിരുന്നു. യേശുവിൻ്റെ കാൽ കഴുകൽ പ്രവർത്തനത്തിൽ 3 പ്രധാനപ്പെട്ട മാതൃകകൾ നാം കാണുന്നു. ഒന്നാമതായി, സ്വയം എളിമപ്പെടുന്ന പ്രവൃത്തി. കാൽ കഴുകുന്ന വ്യക്തി കുനിഞ്ഞാണ് ഇതര വ്യക്തികളുടെ പാദങ്ങൾ കഴുകിയിരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ എളിമയ്ക്കും വിനയത്തിനും വലിയ പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരം തന്നെ എളിമയുടെ ഏറ്റവും വലിയ മാതൃകയാണ്. രണ്ടാമതായി, ക്രിസ്തീയ വിശ്വാസി സേവന സന്നദ്ധനായിരിക്കണം. ഒരു അടിമ ചെയ്യുന്ന ജോലി സ്വയം ഏറ്റെടുത്തതിലൂടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ വലിയ മാതൃകയാണ് യേശു നൽകി തരുന്നത്. ക്രിസ്തീയ സഭയും സമൂഹവും സേവന സന്നദ്ധരാകണം. മൂന്നാമതായി, വിശുദ്ധീകരണത്തിൻ്റെ മാതൃക. കാൽ കഴുകുന്ന വ്യക്തി അഴുക്കും പൊടിയും പിടിച്ച കാലുകളെയാണ് ജലത്തിൽ കഴുകി വൃത്തിയാക്കുന്നത്. ഇത് അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ യൂക്കറിസ്റ്റ് അതിനുള്ള മുഖാന്തരമാണ്. ഇപ്രകാരം ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത് അശുദ്ധിയുള്ളവർക്കാണ്. യേശു പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. തൻ്റെ കൈയും തലയും കൂടെ കഴുകണമേ എന്ന പത്രോസിൻ്റെ ആവശ്യത്തിന് മറുപടിയായാണ് യേശു ഇപ്രകാരം പറയുന്നത്. ഇപ്രകാരം അനേകരെ അശുദ്ധിയിൽ നിന്ന് മോചിപ്പിച്ച് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയുടെ ഭാഗമാക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. കൂടാതെ ഇപ്രകാരം വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് പ്രവേശിച്ചവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും കടംപെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. ക്രിസ്തുവിനോട് നൽകപ്പെട്ട സ്നേഹത്തിൻ്റെ അടയാളമാണ് യൂക്കറിസ്റ്റ്. അത് നമുക്ക് ജീവനും ശക്തിയും നൽകി തരുന്നു. ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ നമുക്ക് കഴിയണം. പെസഹ ആചരണം കൂട്ടായ്മയുടെ പ്രതീകമാണ്. അത് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല. സ്വന്തം കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, ചുറ്റുപാടുമുള്ളവരെ കൂടി വിളിച്ച് പെസഹ ആചരിക്കുവാനാണ് പഴയ നിയമത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവത്താഴ ശുശ്രൂഷയെ യേശു നിയമിച്ചത് പെസഹ ആചരണ മധ്യേയാണ്. അത് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒന്നാണ്. യേശുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തെ സ്വീകരിക്കുന്ന അനുഭവമാണ് തിരുവത്താഴത്തിൽ ദർശിക്കുന്നത്. ഈ മഹത്തായ ശുശ്രൂഷയിൽ ക്രമമായി പങ്കുചേരുന്നതിലൂടെ ദൈവമായും സഹവിശ്വാസികളുമായും കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് ഇടയാകണം. ഇങ്ങനെ നമ്മുടെ പെസഹ ആചരണം അർത്ഥവത്തായി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.